വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത രണ്ട് കുഞ്ഞു കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നൊരു പുതിയ ടൂളാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള ഒരു ഡിസ്പോസിബിൾ സ്പൂൺ രണ്ട് സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് വെച്ച് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കിയാലോ. ഇതൊരു 1 kg വെയിറ്റ് വരുന്ന മിൽക്കി റെഡ്സ് കേക്കായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ഫില്ലിങ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് അധികം വന്നായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ച് ഡ്രിപ്പ് കൊടുത്ത് അഹങ്കാരം കാണിച്ചാണ് അതിൻ്റെ ചുറ്റിനും കാണുന്നത്. പിന്നെ ഈ ആർട്ടിസ്റ്റുമാരിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പ് പാലറ്റ് നൈഫ് ഞാനിതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന നൈഫൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുക്കാറ്. ഈ ഒരു സ്പൂൺ വെച്ചിട്ടുള്ള ഈ സംഭവം നല്ല എഫക്റ്റീവാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മൾ ആ ക്രീം ഉപയോഗിച്ചിട്ട് കേക്കിനകത്ത് എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കേക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കസ്റ്റമറിന് അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഇഷ്ടത്തിന് തന്നെ വിട്ടു തന്നു. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു കേക്കും കൂടെ ഉണ്ടായിരുന്നു. അതിന് റെഫറൻസ് പിക്ക് കസ്റ്റമർ അയച്ചു തന്നായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ബ്ലൂ കളർ വരുന്നതുകൊണ്ട് ഇനി കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് മൊത്തം ബ്ലൂ കളർ തീം ആണെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് ബ്ലൂ കളർ ഒരു ഫ്ലവറും കൂടെ കൊടുത്തത്. പിന്നെ ഈ എഴുതി തെറ്റിക്കാൻ പിന്നെ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരും. എഴുതിയതിൽ മിസ്റ്റേക്കൊന്നുമില്ല കേട്ടോ, പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ അത് മായ്ച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ വൃത്തികേടാക്കി എന്ന് പറയാം. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ രണ്ടാമത്തെ കേക്ക്. ആ കസ്റ്റമർ അയച്ചെന്ന പിക്കാണ് എൻ്റെ മൊബൈലിൽ അവിടെ കാണുന്നത്. ഈ കസ്റ്റമർ ആദ്യമേ എനിക്കൊരു ഫോണ്ടൻ്റെ വർക്കുള്ളൊരു കേക്കായിരുന്നു കേട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല കാറ്റും മഴയും പോരെങ്കിൽ കറണ്ടും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു ഫോണ്ടൻ്റെ വർക്കുള്ള കേക്ക് തന്നെ ആയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ രണ്ട് കേക്കിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുമോ?